പ്രേതബാധ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് തെളിയിച്ച് തന്നാല. നിങ്ങൾ ക്യാമറ ആയിട്ട് വന്നാൽ ഞാൻ എടുക്കുന്ന ആളുടെ സമ്മതപത്രം മേടിക്കാമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം പ്രേതബാധ എന്താണെന്നുള്ളത്. നിങ്ങൾ ഇതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യല്ലേ? ഒരു മാർക്കറ്റിംഗും ഇല്ല. ഞാൻ മാർക്കറ്റിംഗ് ഒന്നുമില്ല, എനിക്ക് പരസ്യമൊന്നുമില്ല. എന്നെ തിരക്കി വരണമെന്നുണ്ടെങ്കിൽ ഇച്ചി പാടാ. എനിക്കൊരു ബോർഡും ഇല്ല, പരസ്യവും ഇല്ല. അല്ല, നിങ്ങളിപ്പോ പറയുന്നു ബിഗ് ബോസിൽ അനുമോള് ജയിച്ചത് ചാത്തൻ സേവ കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഇനി അടുത്ത സീസണിൽ ഒരാൾ പോകുമ്പോൾ ഉറപ്പായിട്ട് വിചാരിക്കും അപ്പൊ ഞാനും ചാത്തൻ സേവ ചെയ്ത ഇനി ജയിക്കും. അങ്ങനെയാണ് ഇപ്പൊ സുജിത്താശാന്റെ അടുത്ത് വരാമെന്ന്. അതായത് ഇതിനകത്ത് തന്നെ വേറെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടല്ലോ, തകിട് പുളന്ന് കാല വെച്ച് കഴിഞ്ഞ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർ പറയുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ട് തൊടയിലൊക്കെ തകിട് പൊളന്നിട്ട് തകിട് വെച്ച് തയ്ച്ചു തീർന്നതൊക്കെ ഉണ്ട്. തൊടയിലൊക്കെ തകിട് പൊളന്നിട്ട് തകിട് വെക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പഴയ ഇത് വെടികൊള്ളാതിരിക്കാനും പിടിക്കപ്പെടാതിരിക്കാനൊക്കെ അത്രക്ക് എനർജി ആയിട്ടുള്ള സാധനം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.